പോലീസിന്റെ അശ്രദ്ധമായ വാഹന പരിശോധനയാണ് വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രിക മരണപ്പെടാൻ കാരണമെന്ന് അൻവർ സാദത്ത് MLA പറഞ്ഞു. കളമശ്ശേരി HMT ജംഗ്ഷനിൽ വൈകിട്ടുണ്ടായ വാഹനാപകടത്തിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി സ്കൂട്ടറിന് പിന്നിലിടിച്ച് KCB ഉദ്യോഗസ്ഥ മരണപ്പെട്ടു. ആലുവ എടത്തല കരിയാമ്പുറത്ത് തെക്കിലക്കാട്ട് വീട്ടിൽ എറണാകുളം ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലെ സീനിയർ സൂപ്രണ്ടായ VM മീനയാണ് മരണപ്പെട്ടത്. ഇവിടെ ഞാനിപ്പോൾ ഈ അപകടം അറിഞ്ഞ് എൻ്റെ നിയോജനപ്പെടുത്തുള്ള ഒരു സഹോദരിയാണ് മരണപ്പെട്ടത്. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി നോക്കി. പക്ഷേ ഇപ്പോൾ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളുടെ പോലീസിന്റെ വാഹന പരിശോധന, അശ്രദ്ധമായ ഒരു വാഹന പരിശോധനയാണ് ഈ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ അശ്രദ്ധമായ വാഹന പരിശോധന മൂലം തന്നെയാണ് ഈ സഹോദരി ഇങ്ങനൊരു അപകടത്തിൽ മരണപ്പെട്ടതെന്നാണ് വീഡിയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആർക്കാണോ അത് വീഴ്ച പറ്റിയിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി സ്വീകരിക്കുന്ന എൻ്റെ അഭിപ്രായം. കാരണം പോലീസിന് വഴിക്കപ്പോഴും എല്ലായിടത്തും കയറി അങ്ങനെ വാഹന പരിശോധന നടത്താൻ പറ്റില്ല. അതിന് പറ്റിയ ഏരിയ ആണോ നോക്കണം. ഇത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഇത് ജംഗ്ഷനാണ്. ആ കൺജസ്റ്റഡായ ജംഗ്ഷനിൽ വെച്ചാണ് ഇങ്ങനെ വാഹന പരിശോധന നടത്തിയപ്പോൾ ഇവര് പോലീസ് വന്നു കണ്ടപ്പോൾ ഇങ്ങനെ മാറി മാറി പോണത് നമ്മൾ വീഡിയോ കാണുന്നത്. അങ്ങനെയാണ് അപകടം ഉണ്ടായത്. അതാ ഞാൻ പറഞ്ഞത്, പോലീസിന്റെ അശ്രദ്ധമായ വാഹന പരിശോധനയാണ് ഈ സഹോദരി ഇവിടെ മരണപ്പെടാനുള്ള കാരണമാണെന്നാണ് വീഡിയോ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷിച്ച് അവര് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്ന മീന HMT കവലയിൽ വെച്ച് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയിൽ തട്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത സ്തംഭനമുണ്ടായി. അതേസമയം ഏറെ തിരക്കുള്ള സമയത്ത് ഹോംഗാർഡിനെ ഉപയോഗിച്ച് പോലീസ് നടത്തുന്ന അശാസ്ത്രീയ വാഹന പരിശോധനയാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും അൻവർ സാദത്ത് MLA ആവശ്യപ്പെട്ടു. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.